വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം മതിയെന്ന ലോക്ഭവന്റെ നിർദ്ദേശം തള്ളിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. തമിഴ്നാട് മാതൃകയിൽ ചടങ്ങ് വേണ്ട എന്ന് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും വേദി തമിഴ്നാടിനേക്കാൾ നിറഞ്ഞു കവിഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർക്കും ഉദ്യോഗസ്ഥർക്കും പുറമെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മതിയെന്നായിരുന്നു ലോക്ഭവന്റെ നിർദ്ദേശം. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാവേദിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഇടം നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. എന്നാൽ കേരളത്തിന്റെ പതിവ് കീഴ്വഴക്കം മാറ്റിവെച്ച് സത്യപ്രതിജ്ഞാവേദി നിറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും വേദിയിലെത്തി. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങി കോൺഗ്രസ് ദേശീയ നേതാക്കൾ. പരമ്പരാഗത രീതി മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ളവരും വേദിയിൽ. ഭരണപക്ഷ നേതാക്കൾക്ക് പുറമെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുതിർന്ന പ്രതിപക്ഷ നേതാക്കളും സത്യപ്രതിജ്ഞാവേദിയിലെത്തുന്നത് അപൂർവമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.